അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിപ്പിംഗ് ക്രീം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അതിനായിട്ട് 2 മുട്ടയുടെ വെള്ളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കടയിൽ പോയി മേടിച്ച് അത്രയും പൈസ ഒന്നും ചിലവാക്കണ്ടല്ലോ. പെട്ടെന്ന് 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെടുക്കാം. ഇത് പഞ്ചസാര നമ്മൾ പൊടിച്ചതാണേ. അപ്പോൾ അത് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഞാനൊരു 1/2 കപ്പ് ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാരങ്ങയുടെ നീരാണ്. അതൊരു 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്ക് കൊടുക്കാവേ. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്രയും അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവൊക്കെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി നാരങ്ങയുടെ ഇത് വരാണ്ടിരിക്കുക. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കരുത്, അതിൻ്റെ മുകൾ വശത്ത് വെച്ചേക്കണം. ഈ ചെരുവം നമ്മൾ എടുത്തിരിക്കുന്ന പാത്രം വെള്ളത്തിൻ്റെ മുട്ടി നിൽക്കാതെ മേളിൽ വെച്ചുകൊണ്ട് നമ്മൾ നമുക്കിതിനൊന്ന് നല്ലതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ചെറിയ ചൂട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ നല്ല പതയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടോ, ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ ചെറിയ ചൂടോടുകൂടി അതിൻ്റെ പച്ചമുളകും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം ഞാൻ ആ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ വെച്ചുകൊണ്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഇപ്പം തന്നെ നമുക്ക് ക്രീമി ആവുന്നത് കണ്ടോ, നല്ല ക്രീമി പരുവത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് ഇപ്പം ഞാനത് വെള്ളത്തിൻ്റെ മേളിൽ നിന്ന് ഇറക്കി കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ക്രീം ഇതുണ്ടോ, നമ്മുടെ വിപ്പിംഗ് ക്രീം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി എന്നെ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ട് നമുക്കൊരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് അതെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ക്രീം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിലോട്ട് കുറച്ച് വാനിലയും കൂടെ ചേർത്തിട്ട് ഉണ്ടോ, വാനിലയുടെ എസൻസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ നല്ല ക്രീമി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും നല്ല ടൈറ്റായിട്ട് ക്രീമി ആ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു പരുവത്തിലിട്ടിട്ടത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ട് നമ്മുടെ ക്രീം, അടിപൊളി ക്രീമാട്ടോ. വേണ്ട, നന്നായിട്ട് ക്രീമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.